ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താ പറയുക, നാട്ടിലൊക്കെ മഴയൊക്കെ ഇല്ലേ? ഇപ്പോൾ ചൂടിനൊക്കെ ഒരു ആശ്വാസമില്ലേ? ഞങ്ങൾക്ക് ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ, ഭയങ്കര ചൂടാണേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. ഞങ്ങളിവിടെ വേറെ കുഴപ്പമൊന്നുമില്ലാതെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തെ ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊരു പച്ചമാങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. കുറച്ച് നാളായി ഞാൻ പച്ചമാങ്ങ, നമുക്കങ്ങനെ എപ്പോഴും മാങ്ങയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ മാങ്ങ സീസണല്ലേ, അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തൊന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വായു. അങ്ങനെ മാങ്ങാക്കറി വെക്കാനായിട്ട് ഒരു മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. രാവിലെ തന്നെ ചോറൊക്കെ റെഡിയായി, ചോറൊക്കെ ഊറ്റിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു മാങ്ങാക്കറിയും വെച്ച് മീനും വറക്കാമെന്ന് ഓർത്തു. ഞാനങ്ങനെ മാങ്ങാക്കറി വെക്കാറില്ല കേട്ടോ. ഇടയ്ക്കെങ്ങാനും ഇങ്ങനെ ഇതുപോലെ എന്താ പറയുക, നമുക്ക് എപ്പോഴും മാങ്ങ കിട്ടത്തും ഇല്ലല്ലോ. കിട്ടുമ്പം വല്ലപ്പോഴും. ഇപ്പോൾ ഇനി ഒരു വട്ടം കറി വെച്ചാൽ അങ്ങനെ പിന്നീട് ഒന്നും വെക്കത്തില്ല. അപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്തോട്ട് 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാമെന്ന് ഓർത്ത് നടുവിലൂടെ കീറിയിട്ട് കൊടുത്തു. ഇനിയിപ്പം കുറച്ച് ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുവാണേ. കുറച്ച് വെള്ളം മതി. മാങ്ങ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് സ്റ്റൗവൊക്കെ കത്തിച്ചു. മാങ്ങ വേവാനായിട്ട് അടച്ച് വെച്ചു കേട്ടോ. ഒരു പാത്രം എടുത്ത് അടച്ച് വെച്ചു. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് ഞാൻ മീൻ വറക്കാനായിട്ടും കൂടെ ചട്ടി വെച്ചു കേട്ടോ. മീൻ വറക്കാനായിട്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. തണ്ടോട് കൂടി ഇല്ലായിരുന്നു, തണ്ടൊക്കെ കളഞ്ഞുള്ള കറിവേപ്പിലയായിരുന്നു. അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ മീനൊക്കെ പെറുക്കി വെച്ച് കേട്ടോ. പെറുക്കി വെച്ച് അതിന് ശേഷം തേങ്ങയൊക്കെ ഒന്ന് തിരികെ എടുത്തു. പിന്നെ ഇനി കറിക്ക് അരപ്പരയ്ക്കണമല്ലോ, അതിന് കുറച്ച് തേങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരയ്ക്കാനുള്ളതിനകത്തോട്ട് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ ഇടുന്നത് ഇതൊക്കെയാണേ, എൻ്റെ ഒരു ഐഡിയയിൽ വെച്ചൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. മാത്രം ഇട്ട് നന്നായിട്ട് അത് അരച്ചെടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ മാങ്ങ കടിക്കുമ്പോൾ മാറ്റി വയ്ക്കുമ്പോൾ കൊച്ചിനൊക്കെ കൊടുക്കുമ്പോൾ മാറ്റി വയ്ക്കും. അത് കാരണം ഞാനതൊന്ന് ഉടച്ചു. പിന്നെ നമ്മുടെ അരപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഞാനത് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടച്ച് വെച്ച് അപ്പം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് മാങ്ങാക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുവും കൂടെ താളിച്ച് അതിനകത്തോട്ടങ്ങ് ഇട്ടാൽ മതിയേ. പെട്ടെന്നല്ലേ, സിമ്പിളായിട്ട്. പിന്നെ മഴയില്ലാത്തത് കാരണം എങ്ങനെയും ഇതിൽ നിന്ന് ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് എങ്ങനെയും ചാടി പുറത്തിറങ്ങിയാൽ മതി എന്നാണ്. കിച്ചണിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ നാട്ടിൽ മഴയില്ലയോ എന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ മഴ കുറവാണ് നമുക്കിവിടെ കേട്ടോ. ഗുജറാത്തിൽ നമ്മുടെ ഈ ഭാഗത്തോട്ട് മഴ കുറവാണ്. അങ്ങനെ കടുവൊക്കെ വറക്കാനായിട്ട് ചട്ടി വെച്ചു. എണ്ണ ചൂടായി കടുവും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. ഈ ലാസ്റ്റ് ഞാൻ എടുത്തിട്ടത് എന്താണെന്നറിയോ, ഉലുവ കടുവിൻ്റെ കൂടെ ഇടേണ്ടതാണ്, പക്ഷേ ഞാൻ മറന്നുപോയി. പിന്നെ കുറച്ച് കറിവേപ്പില 2 ഉണക്കമുളകും എല്ലാം കൂടെ മുറിച്ചിട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ കടു താളിച്ചിടാനുള്ളത്, അത്രയേ ഉള്ളൂ. ചില സമയത്തങ്ങ് മറന്നു പോകും ഉലുവയുടെയൊക്കെ കാര്യമൊക്കെ. പിന്നെ രണ്ടാമത് ഇട്ട് കൊടുത്ത് അങ്ങനെ എന്തായാലും സെറ്റായി. കടുവൊക്കെ വറുത്തു. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള മാങ്ങാക്കറിയും മീനൊക്കെ വറുത്ത് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മാങ്ങാക്കറിയും മീൻ വറുത്തതുമൊക്കെ കൂട്ടി ചോറിനാണ്. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ മാങ്ങാക്കറി. ചിലർ മുളക് പൊടിയൊക്കെ ഇടും, ഞാൻ മുളക് പൊടിയൊന്നും ഇട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബായ്.